ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ആദ്യമായിട്ട് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ 4 അല്ലി ചുവന്നുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേണ്ടില്ലേ, നല്ല രീതിക്കൊന്ന് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ കറി ഉണ്ടാക്കാനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് മാത്രം ഉലുവ എടുക്കുക. അതുപോലെ തന്നെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ്, അതും ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഞാനൊരു ചെറുതാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് വേണം ഒഴിക്കാനായിട്ട്, ഓവർ പുളി ആവാൻ പാടില്ല. അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അയില വെച്ചിട്ടും കുടുത വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലൊന്നും യൂസ് ചെയ്യരുത്. ഇതുപോലെ ചട്ടി ഒന്ന് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും അതുപോലെ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച്, നമുക്ക് ആവശ്യത്തിന് എരിവ് നമ്മൾ കറിയിലുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളകും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. വേണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്